അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുതിയൊരു അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അവധി ദിവസമാണല്ലോ. അപ്പോൾ ഇന്നലെ രാത്രിയിലെ മെസ്സേജ് വന്നു സ്കൂളിൽ നിന്ന്. പിന്നെ രാവിലെ എണീറ്റ് നല്ല മഴയായിരുന്നു. ചായയൊക്കെ ഇട്ട് പിന്നെ ഒരു മുട്ട വാട്ടിയിട്ട് പിന്നെ ചോറൊക്കെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ രാവിലെ നല്ലോണം അടിച്ച് വാരിയിട്ട് പെര അങ്ങ് തുടച്ചിടാമെന്ന് വെച്ചാൽ അകം എല്ലാം 2-3 ദിവസം കൂടുമ്പോൾ തുടയ്ക്കാറുണ്ട്. അപ്പോൾ അത് രാവിലെ അങ്ങനെ ഉണങ്ങാൻ പാടായിരിക്കുമല്ലോ, മഴ ഉള്ളതുകൊണ്ട് ഉണങ്ങാൻ പാടായിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുക്കള ഒരുവിധം വൃത്തിയായിരുന്നു. ഇപ്പോൾ പാവയ്ക്ക തോരൻ വെക്കാമെന്ന് കരുതി, വെള്ളത്തോരൻ വെക്കാമെന്ന് കരുതി. പിന്നീട് ഞാൻ വിചാരിച്ചെങ്കിൽ ഒന്ന് ഇച്ചിരി മോരും കൂടെ കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ മോരുണ്ടെങ്കിൽ മോള് ചോറ് കഴിക്കും, നിർബന്ധിക്കണ്ട, കഴിക്കും. അവൾക്ക് ഇഷ്ടമുള്ള കറിയാണ് പരിപ്പ് മോര് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ കൃഷ്ണൻകുട്ടി, അതിന് പേരിട്ടേക്കുന്ന കൃഷ്ണൻകുട്ടി. അതിനെ മെനഞ്ഞാന്ന് കളേഴ്സ് ഡേയുടെ അന്ന് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് അന്ന് ഷൈനൊക്കെ ചെയ്ത ആൾ എല്ലാവർക്കും അതിങ്ങനെ തിരിച്ച് നമ്മൾ പറയുന്ന തിരിച്ചത് പറയുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അതൊരു കാണുമ്പോൾ ഒരു കൗതുകമാണ്. അങ്ങനെ അവൾ സംസാരിക്കുന്ന കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മീനൊക്കെ കൊണ്ടുവന്ന് ചൂരയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മുളക് കറി വെക്കാമെന്ന് വെച്ച്. പിന്നെ തേങ്ങയില്ലായിരുന്നു, തേങ്ങയും മേടിച്ചു വന്നു. അപ്പോഴത്തേക്ക് തോരനും മോരും ഒക്കെ ആക്കിയായിരുന്നു. പിന്നെ മീൻ കറി ഒന്ന് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് മുളകും പൊടികളെല്ലാം കൂടെ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത്. പിന്നെ എല്ലാം ഈ എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് സ്പീഡ് കുറവാണ്. അപ്പം ഞാൻ തക്കാളി ഇട്ടിട്ട് ഉള്ളി അരിയാൻ പോകുമ്പോഴത്തേക്ക് തക്കാളി അരിയും, ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏത് കറിയും തുടങ്ങത്തുള്ളൂ. എല്ലാം അരിഞ്ഞ് തിട്ടപ്പെടുത്തി വെക്കും, അല്ലെ എനിക്കത് കരിയും. കാരണം സ്പീഡില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റൂല, പോവും, കറി നാശമായി പോവും. പിന്നെ ഒരു 3 മീനെടുത്ത് ഞാൻ വറുക്കാനിട്ട് വെച്ച്, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ. അപ്പോഴത്തേക്ക് റൈസ് കുക്കറിൽ നിന്ന് അരി എടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചു. അരി വെന്തായിരുന്നു. പിന്നെ കറി നല്ലോണം വെട്ടി തിളച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മീനും എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ആവശ്യത്തിന് അത് പറ്റിച്ചെടുത്താൽ മതിയായിരുന്നു. തകർത്ത് പെയ്യുന്നുണ്ട് മഴ. അപ്പോൾ നമ്മളെ ഇന്നത്തെ കറിയും കാര്യങ്ങളും എല്ലാം റെഡിയായി. ചോറ്, പിന്നെ നമ്മളെ വെള്ള പാവയ്ക്ക മെഴുക്കുരട്ടി അല്ല, തോരൻ, പിന്നെ മോര്, പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം മീൻ വറുത്തത് 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം മോക്ക് വേണ്ടി എടുത്ത്. പിന്നെ നമ്മുടെ ചൂര മുളകിട്ട് കറി വെച്ചത്. ഇത് 2-3 ദിവസം നന്നായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പറ്റിച്ച് എടുത്താൽ മതി. ഞങ്ങൾക്ക് എന്തായാലും ഒരു 3 ദിവസം ഈ കറി കാണും. അപ്പോൾ അതുകൊണ്ടാണ് മുളകൊക്കെ ഒന്ന് തണുപ്പൊക്കെ അല്ലേ മൂപ്പിച്ച് വെച്ചത്. വെള്ളം നമ്മൾ ഉപയോഗിച്ച കരണ്ടി കൊണ്ടൊന്നും തൊടാതിരുന്നാൽ മതി, നന്നായിട്ട് തന്നെ കറി ഇരിക്കും. അങ്ങനെ മോക്ക് ചോറും മീൻ വറുത്തതും മോരും കൂട്ടി ചോറ് കൊടുത്ത്. പിന്നെ ഞങ്ങൾക്ക് തോരൻ, മോര്, മീൻ കറി, മീൻ വറുത്തത്, പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂട് കഞ്ഞിവെള്ളം. ഈ മഴയത്ത് ആ കഞ്ഞിവെള്ളം കൂടെ ചെല്ലുമ്പം എന്താ സുഖം. അപ്പോൾ പിന്നെ അതെല്ലാം എടുത്ത് തകർത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ അവധി ദിവസം ഇതൊക്കെയായിരുന്നു പരിപാടി. കാരണം നല്ല മഴയും നല്ല ചൂട് ചോറും നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.